Good afternoon, all. Good afternoon. Good afternoon, ma'am. Okay, അപ്പോൾ നമ്മള് എടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? മാർക്കറ്റിംഗ് ആണ് നമ്മൾ എടുത്തത്. എവിടെ വരെയാണ് വായിച്ചു നിർത്തിയത്? ഓർമ്മയുണ്ടോ? ഡിസ്കസ് ചെയ്ത് എവിടെ വരെയാണ്? Good afternoon, ma'am. സ്ട്രാറ്റജീസ് അതൊക്കെ കഴിഞ്ഞു അല്ലെ? അനലൈസ് ദ റിസർച്ച്. എങ്ങനെയാണ് അടുത്ത് നിർത്തിയത്? വായിച്ചു നോക്കി കാണും അല്ലെ? എന്തെങ്കിലൊക്കെ ഡൗട്ട് ഉണ്ടോ? ഓക്കെ, എനിവേ നമുക്കപ്പോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ മാർക്കറ്റിംഗ് എന്താണെന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്തു. ഹോസ്പിറ്റലിലെ മാർക്കറ്റിംഗിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളതും നമ്മൾ കണ്ടെത്തി അല്ലെ? അത്യാവശ്യം അവിടെ പേഷ്യൻസ് തൃപ്തരാണെങ്കിൽ മാത്രമാണ് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വരുള്ളൂ അല്ലെ? അപ്പൊ അവരെ കയ്യിലെടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഉദ്ദേശമാണ്. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഐഡന്റിഫൈ ടാർഗറ്റ് ഓഡിയൻസ് അല്ലെ? നമ്മളിപ്പോ ഏതൊരു ഹോസ്പിറ്റലും അല്ലെ നമ്മൾ ഇപ്പോ നമുക്കറിയാം പലതരത്തിലുള്ള ഹോസ്പിറ്റലുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. പൊതുവേ നമുക്കറിയാം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പീഡിയാട്രിക്സിന്റെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഹോസ്പിറ്റൽ ചിലപ്പോ ആണെങ്കിൽ ഡെന്റിസ്റ്റുമായി ബന്ധപ്പെട്ട കാർഡിയോളജിസ്റ്റിക് അല്ലെ അവരുടെ കാർഡിയോളജി വിഭാഗത്തിന് വേണ്ടി മാത്രമുള്ള സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ, അങ്ങനെ പ്രത്യേകം വിഭാഗക്കാർക്ക് വേണ്ടി മാത്രം ഹോസ്പിറ്റലുകൾ സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ടും അല്ലെ എല്ലാ തരത്തിലുള്ള വിഭാഗങ്ങളും കൂടി ഉൾപ്പെടുത്തിയുള്ള വലിയ വലിയ ഹോസ്പിറ്റലുകൾ ഉണ്ടാവാം. അപ്പൊ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ നമ്മൾ ഹോസ്പിറ്റലില് ഇന്ന പ്ലേസില് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ മതിയായ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ മതിയായ പേഷ്യൻസ് അവിടെ ഉണ്ടാവുമെന്ന് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെ? ഏതൊരു കാര്യമാണെങ്കിലും ഏതെങ്കിലും സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ബിസിനസ് ലെവലിലേക്ക് കൊണ്ടുവരികയാണെങ്കിലും നമുക്കറിയാം ആ ഒരു സർവീസ് നേടിയെടുക്കാൻ പര്യാപ്തരായ പേഴ്സൺസ് അവിടെ ഉണ്ടോ അല്ലെ? അത്രയും ഓഡിയൻസ് അവിടെ ഉണ്ടോ എന്നുള്ളത് അനലൈസ് ചെയ്യേണ്ടതാണ് അല്ലെ? Target audience might consist of a patient of a certain age, gender, location, pair, type of or a patients with certain clinical requirements. Okay, നമുക്കറിയാം ഓരോ വിഭാഗക്കാർക്ക് വേണ്ടി മാത്രം ചില ആവശ്യങ്ങൾ വരും അല്ലെ? അവരുടേതായിട്ടുള്ള ഏജൻസി ചിലരുടെ ചില ജനറൽ അല്ലെ ഓരോ വിഭാഗങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള അവരുടേതായിട്ടുള്ള ഹോസ്പിറ്റലിന്റെ സേവനങ്ങൾ ആവശ്യമായിട്ട് വരാം. അപ്പൊ അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുന്ന ഹോസ്പിറ്റലുകൾ അവർ ഇൻ കേസ് അവരെയൊന്നും ശ്രദ്ധിക്കാതെയാണ് അവിടെ ഒരു ഹോസ്പിറ്റല് തുടങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും മതിയായ പേഷ്യൻസ് അവിടെ ലഭ്യമല്ലാതെയായി പോകും അല്ലെ? അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇഫ് യു വാണ്ട് ടു ട്രീറ്റ് യങ് അത്ലറ്റ്സ് we might consider giving talks on sports safety and first aid tips to coaches and athletes at the local high school, colleges and YMCAs. അതില് പ്രധാനമായിട്ട് പറയാൻ ഇപ്പൊ നമ്മളൊരു ലൊക്കാലിറ്റിയിലാണ് ഒരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അപ്പൊ അതിനോട് ചേർന്ന എന്തെങ്കിലും സ്കൂൾസ് ഒക്കെ അല്ലെ അതിനോട് ചേർന്ന സ്കൂളൊക്കെ അവിടെയുള്ള ഒരു പ്ലേസിലൊക്കെ അതിൽ അവരെയും കൂടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഫോം അല്ലെ ഒരു ഹോസ്പിറ്റൽ ഫോം ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും അവരെയും കൂടി നമ്മൾ പരിഗണിക്കും അല്ലെ? പേഷ്യന്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള വ്യക്തികളുടെ ഇടത്തിൽ അവരെയും കൂടി പരിഗണിക്കും. തീർച്ചയായിട്ടും അവരിൽ നിന്ന് ആ ടിപ്സും കാര്യങ്ങളൊക്കെ അവർക്കും പറഞ്ഞാലേ അവരെ എന്താണ് ഒരു സപ്പോർട്ടീവായിട്ട് എടുത്തിട്ട് നമ്മളിപ്പോ ഏതൊരു ബിസിനസ് അങ്ങനെയാണല്ലോ നമ്മളുടെ ബിസിനസ്സിലേക്ക് വരാൻ സാധ്യതയുള്ളവരെയും കൂടി സപ്പോർട്ടീവായിട്ട് എടുത്തിട്ടായിരിക്കും അത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നത് അല്ലെ? അപ്പൊ അവിടെ അത്തരത്തിലുള്ള ഇപ്പൊ YMCA എന്നുള്ളതൊന്നും നിങ്ങൾ അബ്രിവേഷൻ പഠിക്കേണ്ടതില്ല. അതൊരു യൂത്തിന്റെ അത്ലറ്റിക് സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതില് ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാം. ചേച്ചിക്ക് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് അവിടെ തീർച്ചയായിട്ടും എന്താണ് അത്തരത്തിലുള്ള വ്യക്തികൾ അല്ലെ ആ ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത്
ആ പീപ്പിൾസിനെയും കൂടി ക്യാച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കണം ബിസിനസ് ഫോമുകളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അവരെല്ലാം ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഡിറ്റർമിൻ എ ബഡ്ജറ്റ്. ഓക്കെ, ഓരോ കാര്യങ്ങളും നമ്മൾ അവലോകനം ചെയ്തു അല്ലെ. അപ്പൊ ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ഏതൊരു സ്ഥാപനമാണെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു മുടക്കുമുതൽ വേണം അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത് നോക്കാം. ഓക്കെ, ഐഡന്റിഫൈ ടാർഗറ്റ് ഓഡിയൻസ് ഒക്കെയാണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഒന്നുകൂടി നോക്കാം. അതായത് ഇപ്പൊ ഒരു അത്ലറ്റ്സിന്റെ കാര്യം പറയാനതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തികളെയും കൂടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ടിപ്സ് അല്ലെ, അവിടെ ഫസ്റ്റ് എയ്ഡ് ടിപ്സ് ടു കോച്ചസ് ആൻഡ് അത്ലറ്റ്സ് അറ്റ് ദ ലോക്കൽ ഹൈസ്കൂൾസ് കോളേജസ് ആൻഡ് CMS എന്ന് വെച്ചാൽ അവിടെ നിന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെ. ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇച്ചിരി കൂടി അത് അല്ലെ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ലഭ്യമാകണമെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ടിപ്സുകൾ എന്തൊക്കെയാണോ കൊടുക്കേണ്ടതെന്നൊക്കെ അല്ലെ അവരെ ക്യാൻവാസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവർക്കും കൂടി കുറച്ച് പിന്താങ്ങിക്കൊണ്ട് അല്ലെ കോച്ചസിനൊക്കെ ഫസ്റ്റ് എയ്ഡ് ഇങ്ങനെയൊക്കെ കൊടുക്കണം. അല്ലെങ്കിൽ അവരുമായിട്ട് ഷെയർ ചെയ്തിട്ട് അല്ലെ അവരെ ഒരു കസ്റ്റമർ ആക്കി എടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പൊ ഇത്രയും ഓഡിയൻസ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് കിട്ടും അല്ലെ. ആ ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് മുന്നേറാനായിട്ട് സാധിക്കും. അപ്പൊ ഓരോ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഓഡിയൻസിനെയും കൂടി ശ്രദ്ധിച്ചിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ പോയിന്റിൽ എടുത്ത് പറയുന്നത്. മതിയായി വരാവുന്ന അല്ലെ അവിടെ അവൈലബിൾ ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരാവുന്നവരെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതാണ്. ഇവിടെ അതിനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞത് ഇങ്ങനെയുള്ള എന്തെങ്കിലും അല്ലെ എന്തെങ്കിലുമൊക്കെ സ്പോർട്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വ്യക്തികൾ ഉണ്ടെങ്കിൽ അവരെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് അട്രാക്ട് ചെയ്ത തരത്തിൽ എന്തെങ്കിലും ടിപ്സ് ഒക്കെ കോച്ചസിനൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് അപ്പൊ തീർച്ചയായിട്ടും എന്താണ് കോച്ച് അല്ലെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് തന്നെയായിരിക്കും ട്രീറ്റ്മെന്റിന് കൊണ്ടുവരാം അല്ലെ. ഇങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം കൂടി മതിയായ ഓഡിയൻസ്, അത് ഒരു എക്സാമ്പിൾ മാത്രമാണ്. മതിയായ ഓഡിയൻസ് ഏത് ഹോസ്പിറ്റൽ ആണെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള ഓഡിയൻസിനെ കണ്ടെത്താനായിട്ടുള്ള എന്തെങ്കിലും ട്രിക്കുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അവിടെ അത് സമ്പാദിച്ചിട്ട് വേണം ഹോസ്പിറ്റല് സ്റ്റാർട്ട് ചെയ്യാനായി. ഓക്കെ, ക്ലിയർ ആയോ? നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഡിറ്റർമിൻ എ ബഡ്ജറ്റ്. ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫിനാൻസുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. അപ്പൊ ഏതൊരു സ്ഥാപനം തുടങ്ങുമ്പോഴും അത് മതിയായ ഒരു ഫിനാൻസ് വേണം. അത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും അത് വീണ്ടും മുന്നോട്ട് പോകണമെങ്കിലും അല്ലെ. എക്സാമിൻ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ആൻഡ് കം അപ്പ് വിത്ത് എ മാർക്കറ്റിംഗ് ബഡ്ജറ്റ്. ഇതില് പ്രധാനമായിട്ടും എന്താണ് എന്തിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് എക്സാമിൻ ചെയ്യുന്നത്? ഫിനാൻഷ്യൽ ആയിട്ട് അല്ലെ സാമ്പത്തികമായിട്ടുള്ള ഇൻഫോർമേഷനെ കുറിച്ചിട്ടാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള മാർക്കറ്റിംഗ് കാര്യങ്ങളാണ്. Then marketing budget will be defined by the type of market a practice is in, the age of a practice and if the practice has a marketed before. Okay, നമുക്കറിയാം ഇവിടെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് നേരത്തെ കൂട്ടിയിട്ടുള്ള അല്ലെ ഏതെങ്കിലും അവലോകനങ്ങൾ ചെയ്തിട്ടായിരിക്കും നമ്മുടെ ബിസിനസ്സിന് എത്രത്തോളം ഫണ്ട് വേണ്ടി വരിക എന്നൊക്കെ നമുക്ക് അല്ലെ അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഏത് കാര്യം അങ്ങനെ തന്നെയാണ് അല്ലെ. നമ്മൾ ഒരു സ്ഥാപനം തുടങ്ങുമ്പോഴൊക്കെ അതിൽ എത്രത്തോളം ചെലവ് വന്നു, അത് കൈകാര്യം ചെയ്യാനൊക്കെയായിട്ട് എങ്ങനെയൊക്കെ സാധിച്ചു, എത്രത്തോളം ഫണ്ട് നീക്കിയിരിപ്പ് നടത്തേണ്ടതായിട്ടൊക്കെ വന്നു എന്നൊക്കെ ഉള്ളത് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നെക്സ്റ്റ് സെന്റൻസ് കൂടി നോക്കാം. there is no standard for how much a practice should take. അതായത് ഇതിൽ പ്രധാനമായിട്ട് എടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ഈ കാലഘട്ടം എന്ന് പറയുന്നത് പുതിയ പുതിയ ന്യൂ ആയിട്ടുള്ള ഐഡിയാസ് ആയിരിക്കും അല്ലെ. ടെക്നോളജി വികസിക്കുന്നതോടൊപ്പം തന്നെ വികസിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോ നേരത്തെ കൂട്ടിയുള്ള നിശ്ചയിച്ച ഫണ്ട് തന്നെയായിരിക്കണം ഇപ്പോഴും നമ്മൾ ഇറക്കേണ്ട വരിക എന്നുള്ളത് നമുക്ക് നേരത്തെ കൂട്ടി പ്രഡിക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് സ്റ്റാൻഡേർഡ് ബഡ്ജറ്റിന്റെ കാര്യത്തിൽ ഒരുപാട് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം മാറ്റങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് there is no standard for how much a practice should take. ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് എത്രത്തോളം ഫണ്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് ഫിക്സ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. കാരണം മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഉദാഹരണ സെന്റൻസ് if the practice is new we can hope to spend 10% or more of our annual gross income the first year you carry out the plan. Okay, അതായത്
ഒരു പുതിയ ബിസിനസ് ഫേം തുടങ്ങുമ്പോൾ അല്ലെ നമുക്ക് അറിയാം, അത് ബിസിനസ് തുടങ്ങിയ ഉടനെ തന്നെ നമുക്ക് അതിന്റെ റിട്ടേൺ അല്ലെ ഉദ്ദേശിച്ച നമ്മൾ ചെലവഴിച്ച എക്സ്പെൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമോ? ഒരു ഇയർ കൊണ്ട് തന്നെ നമുക്ക് ഇല്ല അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ഒരു പുതിയ ഫേം ഒക്കെ ആണെങ്കിൽ പ്രതീക്ഷിക്കാം ഒരു 10% അല്ലെ, ഒരു 10% ചിലപ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലും നേടിയെടുക്കാൻ സാധിക്കും. അതിനേക്കാൾ കൂടുതൽ അപ്പുറം നമുക്ക് പെട്ടെന്ന് നേട്ടങ്ങൾ പ്രോഫിറ്റബിൾ ആക്കി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അത് വർഷങ്ങളെടുത്ത് മാത്രമാണ് നമുക്ക് ഒരു സ്റ്റേബിൾ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. If the practice is new, we can hope to spend 10% or more of our annual gross income the first year. Okay, ഇപ്പൊ ആദ്യത്തെ വർഷങ്ങളിൽ കുറച്ച് ഒരു 10% ആനുവൽ ഇൻകം ആണ് നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. ദെൻ വീണ്ടും ആയിരിക്കും നമുക്ക് കൂടുതൽ ഇൻകം ഒക്കെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ബഡ്ജറ്റിന്റെ കാര്യത്തില് എത്രത്തോളം നമുക്ക് മുടക്ക് മുതൽ വേണ്ടി വരുന്ന ഒരുപാട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതേസമയം കുറച്ചൊക്കെ നമുക്ക് അവലോകനങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതേമാതിരി തന്നെ ഒരു പുതിയ ബിസിനസ് ഫേം ആണ് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നമ്മൾ മുടക്കിയ മുതൽ അല്ലെ, അതിനനുസരിച്ചിട്ട് നമുക്ക് ഔട്ട്കം നേടിയെടുക്കാനായിട്ട് ഫസ്റ്റ് ഇയർ കൊണ്ട് തന്നെ സാധിക്കണമെന്നില്ല. ഒരു മിനിമം 10% ഒക്കെ ആയിരിക്കും നമുക്ക് അതുകൊണ്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ ആണോ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഡെവലപ്പ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. മാർക്കറ്റിംഗിന്റെ സ്ട്രാറ്റജീസ്, തന്ത്രങ്ങൾ എന്തൊക്കെയാണ് അല്ലെ. ഒരു പ്രധാനമായിട്ട് നമുക്കറിയാം പല തന്ത്രങ്ങളും പയറ്റിയിട്ടാണ് ഒരു മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നത് അല്ലെ. അതൊരു ഹോസ്പിറ്റലാണെങ്കിൽ കൂടി ഒരു എന്തെങ്കിലും ഏത് തരത്തിലുള്ള ബിസിനസ് ആണെങ്കിലും, സർവീസ് ഓറിയന്റഡ് ആണെങ്കിലും, ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ സെല്ലിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ടാണെങ്കിലും അവിടെ മാർക്കറ്റ് കീഴടക്കണമെങ്കിൽ പലതരത്തിലുള്ള തന്ത്രങ്ങൾ അവിടെ പ്രയോഗിക്കേണ്ടതായിട്ട് വരും. സം ഓഫ് ദ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് പറയുകയാണ്. ഫസ്റ്റ് വൺ, പ്രൊവൈഡ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ട്രെയിനിങ് സെഷൻ ടു സ്റ്റാഫ്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം എന്തെങ്കിലും അല്ലെ അവിടെയുള്ള ട്രെയിനിങ് സ്റ്റാഫിനൊക്കെ സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് ലഭ്യമാക്കാൻ വേണ്ടിയിട്ട്, തൃപ്തിയോട് കൂടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകളൊക്കെ പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ്, ഡെവലപ്പ് എ പേഷ്യന്റ് സെൽഫ് ഷെഡ്യൂളിംഗ് സിസ്റ്റം within the practice website to get rid of the need of to telephone the office for an appointment. അതായത് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ടെക്നിക്കുകൾ പ്രയോഗിക്കുന്നത് അല്ലെ. സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിൽ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വ്യക്തികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അവിടെ പ്രധാനമായിട്ടും സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് പേഷ്യന്റിനെ വിടുക എന്നുള്ളതിന് പ്രാധാന്യമായിട്ടുള്ള സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് മാത്രം കൊടുത്താൽ പോരാ. അതേമാതിരി തന്നെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഉണ്ട്. അതായത് പേഷ്യൻസിന് തൃപ്തികരമാകുന്ന തരത്തിലുള്ള അറേഞ്ച്മെന്റും ചെയ്തു കൊടുക്കണം അല്ലെ. അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് വന്ന് അപ്പോയിന്റ്മെന്റ് എടുക്കുക, അല്ലെങ്കിൽ വിളിച്ച് ഒരുപാട് സമയം ചെലവഴിച്ച് അപ്പോയിന്റ്മെന്റ് എടുക്കുക എന്നൊക്കെ പറയുമ്പോഴും റിസ്ക് ആണ്. ഇപ്പൊ ഇതേമാതിരി തന്നെ അല്ലെ, ഒരു വെബ്സൈറ്റിന്റെ ഉള്ളിൽ കയറി നമുക്ക് വേക്കൻസി അല്ലെ ഇത്രയും പേഷ്യന്റിനെ കൈകാര്യം ചെയ്യുന്ന ഡോക്ടറൊക്കെ ആണെങ്കിൽ നമുക്ക് അപ്പോയിന്റ്മെന്റ് ഉണ്ടാവുമോ എന്നൊക്കെയുള്ള കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ, അതിന് ആ രീതിയിലൊക്കെ വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ പ്രദാനം ചെയ്തു കൊടുക്കുക. അതൊരു വൺ ഓഫ് ദ സ്ട്രാറ്റജിയാണ്. നെക്സ്റ്റ് വീണ്ടും പറയാണ്, മേക്ക് ദ റിസപ്ഷൻ റൂം ഡെക്കറേറ്റ് ബെറ്റർ. റൂമുകളൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിട്ട് അല്ലെ നമ്മുടെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ അല്ലെ, അതൊരു ബെസ്റ്റ് ഇംപ്രഷൻ ആക്കി എടുക്കത്തക്ക വിധത്തില് റൂമൊക്കെ നല്ല രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. പ്രൊവൈഡ് നെയിം ടാഗ്സ് ഫോർ സ്റ്റാഫ്. ഓക്കെ, ഓരോ സ്റ്റാഫിനെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ടൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കത്തക്ക വിധത്തില് എല്ലാവർക്കും ടാഗുകളൊക്കെ കൊടുക്കുക. അപ്പൊ തീർച്ചയായിട്ടും പേഷ്യൻസിനൊക്കെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ സാധിക്കും ഇന്ന വ്യക്തികൾ. അപ്പൊ അവർക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സാധിക്കും. കോൾ ഫോർ സ്റ്റാഫ് ടു ഇൻട്രൊഡ്യൂസ് ദംസെൽവ്സ് ടു ഈച്ച് ന്യൂ പേഷ്യൻസ്. ഓക്കെ, ഓരോ പേഷ്യൻസിന്റെ മുമ്പിലും അവരുടേതായിട്ടുള്ള സ്റ്റാഫുകൾക്ക് എങ്ങനെയാണ് അല്ലെ, ഞാൻ ആരാണ്, ഞാൻ ഇന്ന ഡോക്ടറാണ്, നിങ്ങളുടെ അല്ലെ, അങ്ങനെ കൃത്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ആ പേഷ്യന്റും അവിടെയുള്ള സ്റ്റാഫുകളും തമ്മിൽ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കാനൊക്കെ ആയിട്ട് സാധിക്കും.
പേഷ്യന്റ് തൃപ്തികരമായിട്ട് തന്നെ അവിടെ അവരുടെ സർവീസ് പ്രത്യേകമായ രീതിയിൽ തന്നെ നേടിയെടുക്കാനായിട്ടും ശ്രമിക്കും. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ call for staff to introduce themselves to each new patient കഴിഞ്ഞാൽ conduct post encounter telephone interviews with the new patients within 3 days of their appointments. Okay, ഒരു 3 ദിവസമൊക്കെ കഴിഞ്ഞ് അപ്പോയിന്റ്മെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും പേഷ്യന്റിന് അല്ലെ എന്തെങ്കിലും ഓക്കെ നിങ്ങൾ ഓക്കെ ആണോ, നിങ്ങൾ മെഡിസിൻ ഒക്കെ കഴിച്ചിട്ട് സ്റ്റേബിൾ ആയോ, കണ്ടിന്യൂ ചെയ്യാനൊക്കെ ഓക്കെ ആണോ, അല്ലെ നമ്മളൊരു പുതിയ ഹോസ്പിറ്റലൊക്കെ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ആ സ്റ്റാർട്ടിങ് ഇതിൽ തന്നെ എന്താണ് അട്രാക്ട് ചെയ്യണം അല്ലെ, വീണ്ടും പേഷ്യൻസിനെ വരുത്താത്ത കൂട്ടത്തിലുള്ള സാഹചര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ പേഷ്യന്റ് ഇവിടെ വന്ന് കണ്ട് പോയാൽ കൂടി അവരെ ഒന്ന് എന്താണ് അവരുടെ അല്ലെ ഇപ്പോഴത്തെ സ്ഥിതി എന്താന്നൊക്കെ അറിയാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതും പ്രധാനമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഓക്കെയാണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകളായിട്ട് തോന്നുന്നുണ്ടോ? ഓക്കെയാണോ? ഫസ്റ്റ് പോയിന്റ്, പ്രൊവൈഡ് എ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ട്രെയിനിങ് സെഷൻ ടു സ്റ്റാഫ്. അതായത് സ്റ്റാഫുകൾക്ക് പേഷ്യന്റിനെ സാറ്റിസ്ഫാക്ഷനോട് കൂടി പറഞ്ഞിരിക്കത്തക്ക വിധത്തിലുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുക. അതായത് സ്റ്റാഫുകൾക്ക് ചിലപ്പോഴെങ്കിൽ എന്താണ് ആംഗ്രി പേഷ്യൻസ് ഒക്കെ ഉണ്ടാവാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അല്ലെ. നിങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു ചാപ്റ്റർ കൂടി ഉണ്ട്, 4th മൊഡ്യൂളിലാണ് അത്, ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെയുള്ള രീതിയിലുള്ള ചാപ്റ്റർ ആണ്. അതിൽ കുറച്ചും കൂടി കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കും. ഓക്കെ, അപ്പൊ അതില് പേഷ്യന്റ് എങ്ങനെയാണ് സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് പോണേ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ അവിടെയുള്ള സ്റ്റാഫുകൾക്ക് കൊടുക്കുമ്പോഴെന്താണ് സ്റ്റാഫുകൾ അതനുസരിച്ചിട്ടായിരിക്കും പേഷ്യൻസിനോട് പെരുമാറുന്നത് അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ട് പോകുമ്പോഴെന്താണ് തൃപ്തികരമായിട്ടാണ് അവർ വിട്ടുപോവുക. തിരിച്ചും എന്താണ് എന്തെങ്കിലുമൊക്കെ വരുമ്പോഴോ വയ്യായികയൊക്കെ വരുമ്പോഴോ തിരിച്ചും ഈ ഹോസ്പിറ്റലിൽ അവര് വരാനായിട്ടുള്ള സന്നദ്ധത പ്രകടിപ്പിക്കും. ഓക്കെ, സെക്കൻഡ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ഡെവലപ്പ് എ പേഷ്യന്റ് സെൽഫ് ഷെഡ്യൂളിംഗ് സിസ്റ്റം within the practice website to get rid of a need to telephone the office for an appointment. Okay, ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ നമ്മള് എന്താണ് ഒരു ടെലിഫോണിലൂടെ ഇപ്പൊ നമുക്കറിയാം എല്ലാ വെബ്സൈറ്റിലൂടെ ആണെങ്കിലും ഒക്കെ നമുക്ക് ബുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ സെൽഫായിട്ട് അവർക്ക് ഷെഡ്യൂൾ ചെയ്യാം അല്ലെ, നമുക്ക് ഇന്ന സമയം ഓക്കെ നമ്മുടെ കയ്യിൽ ഇന്ന സമയമാണുള്ളത്, അപ്പൊ ഈ സമയത്ത് ഇന്ന ഡോക്ടറെ കാണണമെങ്കിൽ നമ്മൾ ആ വെബ്സൈറ്റ് എടുത്ത് നോക്കാം. ആ സൈറ്റിൽ എടുത്ത് നോക്കുമ്പോൾ ഓക്കെ ആ ഡോക്ടറിന് നമുക്കറിയാം അതിനുള്ള സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലാണ് അങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയിട്ട് നമുക്ക് അറേഞ്ച് ഓക്കെ അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ടുള്ള സാഹചര്യമുണ്ട്. ഇത് ഇന്ന ദിവസം നമ്മൾക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അല്ലെ, ഇത്രയും പേഷ്യന്റ് ഒക്കെ ആയിട്ടുള്ളൂ എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ആ രീതിയിൽ നമുക്ക് ബുക്ക് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് പേഷ്യന്റിന് തന്നെ എന്താണ് കൃത്യമായിട്ട് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഉള്ളത് കൊണ്ട് പേഷ്യന്റിന് ആ ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും അല്ലെ. അത് അവിടെ നമുക്ക് പോവാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഇന്ന ദിവസമാണ് നമ്മുടെ സമയക്രമം ഉള്ളത്, ആ സമയത്തിന് ആ ഡോക്ടർ ഉണ്ടാവുമോ എന്നൊക്കെ വിളിച്ച് ചോദിച്ച് അറേഞ്ച് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് കുറെ ടൈം ലാപ്സ് വരും അല്ലെ. അങ്ങനെ ടൈം നഷ്ടപ്പെടാത്ത രീതിയിൽ വെബ്സൈറ്റിൽ കയറി നമുക്ക് തന്നെ എടുക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ആ രീതിയിലുള്ള ഹോസ്പിറ്റലിൽ പ്രിഫർ ചെയ്യാനായിട്ട് പേഷ്യന്റ് ശ്രമിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, മറ്റെന്തെങ്കിലും ാണ് അല്ലെ. ഇപ്പോ നമ്മള് ഫസ്റ്റ് ഇതില് കണ്ടു എന്താണ് ബഡ്ജറ്റ് കണ്ടു, ഇനി ഡെവലപ്പിംഗ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് കണ്ടു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ. എന്താണ് ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത്? ഷെഡ്യൂൾ പ്രകാരമുള്ള കാര്യങ്ങൾ അല്ലെ നോക്കാം. ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ ഈസ് എ ടൈം ലൈൻ that show which market action will be done when and by whom.
അല്ലെ അവിടെ പ്രധാനമായിട്ട് നോക്കുകയാണ് നമ്മളിപ്പോ ആർക്ക് വേണ്ടിയിട്ടാണോ ഒരു ബിസിനസ് അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അത് ഏത് സമയത്ത് അല്ലെ നമ്മളിപ്പോ കോവിഡ് സമയത്തൊക്കെ ചില ബിസിനസ്സുകളൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി അല്ലെ. ചില ബിസിനസ്സുകളൊക്കെ ഡൗണായി പോവുകയും ചെയ്യും. അപ്പൊ അത് ആ സമയത്തിനുള്ളിൽ നമ്മൾ എന്താണ് ആലോചിച്ചുറപ്പിച്ച് ആ രംഗത്ത് ഇറങ്ങിയവരാണ് അല്ലെ. അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് ക്രമാനുസൃതമായിട്ടുള്ള പുരോഗതി ഉണ്ടായി. അതല്ലാത്ത ബിസിനസ്സുകളാണ് തകർന്നു പോയത് അല്ലെ. എന്ന് പറഞ്ഞ മാതിരി ടൈം ലാഗിനുള്ളിൽ നമ്മൾ എന്താണോ റിസർച്ച് നടത്തിയിട്ടൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ സർവീസ് കൊടുക്കാമെന്ന് ഉദ്ദേശിച്ചത് അല്ലെ, അത് എപ്പോഴാണോ നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിച്ചത് അതനുസരിച്ചിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യണം അല്ലെ, നടപ്പാക്കണം. അല്ലാതെ നമ്മൾ ഉദ്ദേശിച്ച കാര്യം വീണ്ടും നീക്കി വെച്ച് പോയാൽ അല്ലെങ്കിൽ ഉദ്ദേശിച്ച ഓഡിയൻസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള രീതിയെല്ലാം മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ച നേട്ടങ്ങൾ കിട്ടിയത് തരില്ല. An implementation schedule is a timeline that shows which marketing action will be done when and by whom അല്ലെ. എപ്പോഴാണ് ആ മാർക്കറ്റിംഗ് കാര്യങ്ങൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, അത് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഹോസ്പിറ്റൽ സർവീസ് ഒക്കെ ആണെങ്കിൽ അത് ഏത് കൂട്ടർക്ക് വേണ്ടിയാണെന്നുള്ളതൊക്കെ കൃത്യമായിട്ടുള്ള ടൈം ഷെഡ്യൂൾ ഉണ്ട്. ആ ടൈമിൽ തന്നെ അത് നടപ്പാക്കി പോകണം. വീണ്ടും when creating the schedule, carefully take into consideration how the activities will influence the current practice operations and whether there are enough resources such as staff, time and money to fulfill the necessary task. നമ്മളിപ്പോ ഉദ്ദേശിക്കുകയാണ് ഇങ്ങനെ ഒരു ബിസിനസ് യൂണിറ്റ് തുടങ്ങണമെന്ന് ഉദ്ദേശിച്ചു, നമ്മളത് സ്റ്റാർട്ട് ചെയ്ത് ആ ബിസിനസ്സിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണ്. ഇൻ കേസ് അങ്ങനെ നോക്കുമ്പോഴാണ് ഓക്കെ നമുക്ക് അറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കൈകാര്യം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് വേണം. ഫണ്ട് വേണ്ടി വരില്ലേ, മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഓക്കെ, അത് മാത്രം നമുക്ക് പോരാ. നമുക്കറിയാം പലതരത്തിലുള്ള റിസോഴ്സസ് അവിടെ ആവശ്യമാണ് അല്ലെ. മിഷനറിയുടെ ആവശ്യം ഉണ്ടാവും. ചിലപ്പോൾ വേണമെങ്കിൽ മതിയായ സ്റ്റാഫ് പ്യൂർമെന്റ് അക്കൗണ്ട് കൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും മതിയായ സ്റ്റാഫുകൾ അവിടെ ആവശ്യമാണ്. ഞാൻ എന്താണ് ടൈം ടു ടൈമിലെ കാര്യങ്ങൾ അല്ലെ, ഇത് കൈകാര്യം ചെയ്ത് പോകാനായിട്ടുള്ള ഒരു നിശ്ചിത സമയമൊക്കെ വേണം അല്ലെ. അതിനുള്ളിൽ തന്നെ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് പോകണം. അങ്ങനെയൊക്കെ ചെയ്തു പോയാൽ മാത്രമാണ് നമ്മൾ ഒരു ബിസിനസ് ട്രാക്കിലേക്ക് ആവുന്നത് അല്ലെ. അപ്പൊ ഒരു കാര്യം ജനിക്കുകയാണ്, ഓക്കെ ഇന്ന ബിസിനസ് തുടങ്ങാം അല്ലെങ്കിൽ ഇന്ന ഹോസ്പിറ്റലിൽ ഇന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ തുടങ്ങാം. ആ ടൈം ലാക്കിനുള്ളിൽ തന്നെ ഇപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഒരു ഇംപ്രഷനിലേക്ക് എത്തും അല്ലെ. ഇപ്പൊ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ കൂടുതൽ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് തണുപ്പ് കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ട് അല്ലെ. അവർക്ക് ജലദോഷം, ചുമ, പനി എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും വിട്ടുപോകാത്ത ഒരു ടൈമൊക്കെയാണ്. അപ്പൊ ആ ടൈമിലൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് തുടങ്ങുന്ന ഒരു ഹോസ്പിറ്റൽ വിങ് ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ടൈമിൽ സ്റ്റാർട്ട് ചെയ്യാം. അവർക്ക് അല്ലെ, അവർക്ക് കൂടുതൽ ക്യാച്ച് ചെയ്യാൻ, കസ്റ്റമേഴ്സിനെ ക്യാച്ച് ചെയ്യാൻ സാധിക്കും. അതനുസരിച്ചിട്ട് അവർക്ക് പിന്നീടും അല്ലെ ആ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് ഉള്ള അറിവ് എല്ലാവരിലേക്ക് എത്താനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ ആ ടൈമിൽ തന്നെ നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ പല കാര്യങ്ങൾ കൂടി ചിന്തിക്കേണ്ടതുണ്ട്. അതിന് മതിയായ ഫണ്ട് ആവശ്യമാണ്, ഹ്യൂമൻ റിസോഴ്സ് ആവശ്യമുണ്ടെങ്കിൽ അത് ഹ്യൂമൻ റിസോഴ്സ് ആവശ്യമാണ്. അതനുസരിച്ചിട്ട് ടൈമിൽ തന്നെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അപ്പൊ ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, ഇതൊക്കെ നടപ്പാക്കേണ്ടത് ഷെഡ്യൂൾ പ്രകാരം തന്നെ നടപ്പാക്കി പോയാൽ മാത്രം, വികസിപ്പിച്ചു കൊണ്ടുപോയാൽ മാത്രമാണ് വിചാരിച്ച ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെയാണോ? ജസ്റ്റ് വായിച്ചു നോക്കുക. ഓക്കെ, വായിച്ചു നോക്കിയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ആണോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. നമുക്ക് ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്സ്. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ഭാഗമാണ്. നമ്മൾ തുടങ്ങിയത് നിങ്ങൾ നമ്പർ ചെയ്തിട്ടുണ്ടാവും. എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് പ്ലാനിന്റെ ലാസ്റ്റ് എലമെന്റ് ആണ് ഇവാലുവേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. നമുക്ക് ഇവാലുവേഷൻ പ്രോസസ്സിൽ എന്താ പ്രധാനമായിട്ട് പറയുന്നത്? ക്രിയേറ്റ് ആൻഡ് ഇവാലുവേഷൻ പ്രോസസ്. ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ വിലയിരുത്തുന്ന പ്രവർത്തനങ്ങൾ അല്ലെ. Evaluate plans frequently by comparing your progress with the implementation schedule. Okay, നമ്മൾ നടപ്പാക്കിയ ഷെഡ്യൂൾ പ്രകാരമാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വിലയിരുത്തേണ്ടത്. ഞാൻ എപ്പോഴും കമ്പാരിസൺ അല്ലേ, നമ്മളിപ്പോ നേരത്തെ കൂട്ടി ഒക്കെ ഇന്നതൊക്കെ ചെയ്യണമെന്നൊക്കെ ഷെഡ്യൂൾ ക്രമത്തിലൊക്കെ ക്രമീകരിച്ചിട്ടുണ്ടാവും. അതനുസരിച്ചിട്ട് ടൈമിൽ തന്നെ നടപ്പാക്കിയിട്ടുണ്ടോ എന്ന് നമ്മൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. There are several ways you can judge the results of your progress. Patient surveys, reference sources, increased income, increased new patients, and decreased complaints. Okay, പലതരത്തില് നമുക്ക് ഇത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മളിപ്പോ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആണോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ അവരെ വിളിച്ച് ചോദിക്കും അല്ലെ, 1-2 പേരെയൊക്കെ വിളിച്ച് ചോദിക്കും. പേഷ്യൻസ് ആയതൊക്കെ അവരോട് വിളിച്ച് ചോദിക്കും എങ്ങനെയാണ് ഇവിടുത്തെ സേവനങ്ങൾ. ഓക്കെ, നിങ്ങൾക്ക് തൃപ്തികരമാണോ? ടൈമില് തന്നെ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ കിട്ടിയോ? അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എങ്ങനെയുണ്ടായിരുന്നു, എക്യുപ്മെന്റ്സ് എങ്ങനെയുണ്ടായിരുന്നു? അങ്ങനെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻ നടത്തുമ്പോൾ അവരൊരു നിശ്ചിത റേറ്റിംഗ് തരും അല്ലെ. അപ്പൊ ആ സ്കോർ അനുസരിച്ചിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, നല്ല സേവനങ്ങളാണ് കൊടുക്കുന്നത്, പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണോ അല്ലേ എന്നുള്ളത്. പിന്നെ എന്താണ് റെഫറൻസ് സോഴ്സസ്? ഇൻക്രീസ്ഡ് ഇൻകംസ്. ഇപ്പൊ നമുക്കറിയാം വരുമാനം വർദ്ധിക്കുമ്പോഴും ഓട്ടോമാറ്റിക്കലി എന്താണ് നമുക്ക് മനസ്സിലാവും, പേഷ്യൻസ് ഉള്ളത് കൊണ്ടാണ് വരുമാനം വർദ്ധിച്ചു വരുന്നത് അല്ലെ. അപ്പോ അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻക്രീസ്ഡ് ന്യൂ പേഷ്യൻസ് ആൻഡ് ഡിക്രീസ്ഡ് കംപ്ലൈൻസ്. വീണ്ടും പുതിയ പേഷ്യൻസ് വരുമ്പോഴും അതേമാതിരി തന്നെ കംപ്ലൈൻസ് ഉള്ള പേഷ്യൻസ് ഒക്കെ കുറഞ്ഞു വരുമ്പോഴും എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെയാണ്, നമ്മൾ പോകുന്ന ട്രാക്ക് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു ട്രാക്കിലൂടെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതല്ല എങ്കിൽ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? കൃത്യമായിട്ടുള്ള ട്രാക്കിലല്ല എങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ട് വരുമോ? എന്തെങ്കിലും കറക്ഷൻ നടപടികൾ എടുക്കേണ്ടതായിട്ട് വരുമോ ഇല്ലേ? അപ്പൊ കറക്ഷൻ നടപടികൾ എടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് പറയുന്നത് ആദ്യം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഓക്കെ അല്ല എങ്കിൽ കറക്ഷൻ നടപടിയിലേക്ക് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ എലമെന്റ്സ് എല്ലാം കംപ്ലീറ്റഡ് ആണ്. നമുക്ക് ഇത്രയും ഭാഗം കൂടി എല്ലാം എടുക്കാനുള്ളൂ ഈ ചാപ്റ്ററില്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം. ഏതെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എലമെന്റ്സ് മിക്കപ്പോഴും ചോദ്യങ്ങൾ കാണാറുണ്ട്. അപ്പൊ അതിൽ പാഠാഭിചാർത്ത കുറേ എലമെന്റ്സ് എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലെ. സോ ഇംപ്ലിമെന്റേഷന്റെ കാര്യത്തിലൊക്കെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് അല്ലെ. എന്താണ് ഷെഡ്യൂൾ ഇസ് എ ടൈം ലൈൻ ദാറ്റ് ഷോസ് വിച്ച് മാർക്കറ്റിംഗ് ആക്ഷൻസ് വിൽ ബി ഡൺ ബൈ അല്ലെ. ആർക്കൊക്കെ കൊടുക്കാൻ ഉള്ളത് അത് ആരാണ് ഷെഡ്യൂൾ ചെയ്യുന്നത്? ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂൾ ഇസ് അല്ലെ. കൃത്യമായിട്ട് ഇംപ്ലിമെന്റേഷൻ ഷെഡ്യൂളാണ് കൈകാര്യം ചെയ്യുമ്പോഴാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ദെൻ എന്താണ് അതിൽ അങ്ങനെ കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് കാണാറുണ്ട്. ജസ്റ്റ് അല്ലെ, ഇപ്പൊ എത്രത്തോളം പെർസെന്റേജ് ആണ് ഫസ്റ്റ് ടൈമിൽ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, മാർക്കറ്റ് വിളിച്ചാൽ മാർക്കറ്റ് സ്ട്രാറ്റജീസ് അങ്ങനെയൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു തന്നെ പോവുക. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ഭാഗം കൂടി എടുക്കാനുള്ളൂ. ജസ്റ്റ് നോക്കാം.
ഓക്കെ, അതില് ലാസ്റ്റ് ഭാഗം നോക്കാം. അതായത് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. നമുക്ക് ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ, മെത്തേഡ് ഓഫ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? കണ്ടിന്യൂ ചെയ്യാലോ. ഓക്കെ, നമുക്ക് നോക്കാം മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനിൽ എന്താണ് പറയുന്നത്? മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദ മോസ്റ്റ് നോട്ടിസബിൾ ഓഫ് എനി ഓഫ് ദ മാർക്കറ്റിംഗ് മിക്സ് വേരിയബിൾ. അതായത് മാർക്കറ്റിംഗ് മിക്സ് വേരിയബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് വളരെ ആരെയും അറിയിക്കാത്ത രീതിയിലൊക്കെ ബിസിനസ് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് മറ്റുള്ളവരാരും അറിയില്ല, നമ്മുടെ ഹോസ്പിറ്റലിലേക്കൊന്നും സർവീസിന് വേണ്ടിയിട്ട് വരില്ല അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷൻ വളരെയധികം പ്രധാനപ്പെട്ടതാണ് അല്ലെ. നല്ല ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ആ ബിസിനസ്സിലേക്ക് മുന്നിട്ട് പോവാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അവിടെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് ആകുമ്പോഴാണ് എല്ലാവരും വരാനായിട്ടൊക്കെ തുടങ്ങിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ പറയുന്നത് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഇസ് ദ മോസ്റ്റ് നോട്ടീസബിൾ ഓഫ് എനി മാർക്കറ്റിംഗ് മിക്സ് വേരിയബിൾ. അത് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ് കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് എലമെന്റ്സ് ദാറ്റ് മേക്ക് അപ്പ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ്. ഓക്കെ, മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സില് പലതരത്തിലുള്ള എലമെന്റ്സുകളെല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണെങ്കിൽ മാത്രമാണ് അത് നല്ലൊരു വേരിയബിൾ ആയിട്ട് പോകുന്നത് അല്ലെ. പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലുകളുണ്ട്. ഒന്നല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ്, അല്ലെങ്കിൽ പേഴ്സണൽ സെല്ലിംഗ്, സെയിൽ പ്രൊമോഷൻ, പബ്ലിസിറ്റി, ഡയറക്ട് മാർക്കറ്റിംഗ് ആൻഡ് സൈബർ മാർക്കറ്റിംഗ്. ഓക്കെ, നമ്മളിപ്പോ നേരെ അല്ലെ ഏത് രീതിയിലും ആണെങ്കിൽ ഇപ്പോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അഡ്വർടൈസ്മെന്റ് വരും അല്ലെ. ചില അംബാസിഡർമാരെ നമ്മൾ രംഗത്തിറക്കിയിട്ടായിരിക്കും അതിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് ഒക്കെ നടത്തുന്നത് അല്ലെ. അങ്ങനെയൊക്കെ ഉണ്ടാവാറില്ലേ? ഉണ്ടോ? അതിനൊക്കെ ശ്രദ്ധയിൽപ്പെടാറില്ലേ? വോയിസ് അൺമ്യൂട്ട് തന്നെയാണോ നോക്കിയത്? ഓക്കെ, ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ് അങ്ങനെയൊക്കെ നമ്മൾ അഡ്വർടൈസ്മെന്റ് ആദ്യം തന്നെ നടത്തിയിട്ടാണ് നമ്മളൊരു ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങുന്നത് അല്ലെ. അപ്പൊ അതുമാതിരി തന്നെ പേഴ്സണൽ ആയിട്ട് നമുക്കൊരു വ്യക്തിപരമായിട്ട് കുറച്ച് പേർക്കൊക്കെ ഫ്രീ ആയിട്ട് നമ്മൾ എന്തെങ്കിലും സർവീസ്, ഇൻ കേസ് ഹോസ്പിറ്റൽ ആണെങ്കിലും കൂടി ചിലപ്പോഴൊക്കെ അല്ലെ അവര് ഫ്രീ ആയിട്ട് കുറച്ച് ജനങ്ങളുടെ ഇടയിൽ ആ സർവീസ് ഒക്കെ കൊടുത്തു നോക്കും. ഓക്കെ, അവര് ആക്സെപ്റ്റബിൾ ആണോ എന്നുള്ളത് മനസ്സിലാക്കി വിലയിരുത്തിയതിനു ശേഷമൊക്കെ മാർക്കറ്റിംഗിലേക്ക്, അതായത് സ്ഥാപനം സ്ഥാപിച്ചു വരുന്നു. ചില ഹോസ്പിറ്റലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 1-2 യൂണിറ്റ് ഒക്കെ ആയിരിക്കും തുടങ്ങുന്നത്. പിന്നെ അഡീഷണൽ ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ കൂടി ഉൾപ്പെടുത്തി പലതര ബ്രാഞ്ചുകളൊക്കെ തുടങ്ങും അല്ലെ. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഹോസ്പിറ്റലുകളും ഉണ്ട് അല്ലെ. അപ്പൊ ചെറിയ തോതിലൊക്കെ ജസ്റ്റ് പേഴ്സണൽ ആയിട്ട് സെല്ലിംഗ് ഒക്കെ നടത്തിയതിനു ശേഷം ഡെവലപ്പ് ചെയ്യുന്ന ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട്. സെയിൽ പ്രൊമോഷൻ. ഓക്കെ, നമ്മളിപ്പോ ഒരു പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ബിസിനസ് ലാംഗ്വേജ് തന്നെയാണ് അല്ലെ. അവിടെ പ്രൊഡക്ഷൻ നമ്മൾ നിരക്കുകയാണെങ്കിൽ എന്താണ് അവിടെ അത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പ്രൊമോഷൻ, കുറച്ചും കൂടി അല്ലെ എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ആയിട്ടുള്ള പാക്കേജും കൂടി കൊടുത്തിട്ട് ബൂസ്റ്റപ്പ് ചെയ്ത് അവരെ കൊണ്ട് നേടിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തുന്ന രീതിയിൽ തന്നെ പബ്ലിസിറ്റി, എല്ലാവരുടെ ഇടയിലേക്ക് പബ്ലിസിറ്റി കൊടുക്കുമ്പോൾ നമുക്കറിയാം നല്ലൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ആണ് നടത്തുന്നത്. അത് ഏത് രീതിയിലാണെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലെ. അഡ്വർടൈസ്മെന്റ് പോലെ എന്താണ് ഓഡിയോ വീഡിയോ ഒക്കെ ആയിട്ട് ഉള്ള രീതിയിൽ വേണമെങ്കിൽ പബ്ലിസിറ്റി നമുക്ക് കൊടുക്കാവുന്നതാണ്. ദെൻ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആൻഡ് സൈബർ മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ നേരിട്ട് തന്നെ ചിലപ്പോൾ ഈ പറഞ്ഞ മാതിരി തന്നെ ഒന്നും ഇല്ലാതെ തന്നെ നേരിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താണ് മാർക്കറ്റിലേക്ക് ജനങ്ങളെ കണ്ടെത്തിയിട്ട് അവരെ തൃപ്തിപ്പെടുത്തി എന്താണ് മാർക്കറ്റിലുടനീളം എല്ലാവരുടെയും വ്യാപിപ്പിക്കുന്ന രീതി ഉണ്ടാവാം. സൈബർ മാർക്കറ്റിംഗ് ആണെങ്കിലും നമുക്കറിയാം അത് എന്താണ് അല്ലെ ഒരു ഓൺലൈൻ പാക്കേജ് പോലെ എല്ലാവരിലേക്കൊക്കെ എത്തിച്ചിട്ട് എന്താണ് നമുക്ക് ഈ രീതിയിൽ മാർക്കറ്റ് കീഴടക്കുന്ന ഒരു രീതിയാണ്. അങ്ങനെ പലതരത്തിലും ബെറ്റർ കമ്മ്യൂണിക്കേഷൻ നടത്തി നമുക്ക് മാർക്കറ്റ് കീഴടക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതില് പറയുന്ന മെത്തേഡ്സ് വീണ്ടും നമുക്ക് വിവരിച്ച് പഠിക്കാനുണ്ട്. എന്താണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള കാര്യം ക്ലിയർ ആയോ? ഓക്കെയാണോ? ഓക്കെ, അപ്പൊ നമ്മൾക്ക് മാർക്കറ്റ് സ്ട്രാറ്റജീസ് ഒക്കെ വെച്ചിട്ടായിരിക്കും മാർക്കറ്റിംഗിലേക്ക് പോകുന്നതല്ലേ. നമ്മൾ 4 ടൈപ്സ് ഓഫ് മാർക്കറ്റ് സ്ട്രാറ്റജീസ് ഒക്കെ പഠിച്ചതാണ്. പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പ്രൈസ് അതൊക്കെ കുറച്ചും കൂട്ടിയൊക്കെ ഗുണനിലവാരത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടൊക്കെ ആയിരിക്കും എല്ലാവരിലേക്കും അഡ്വർടൈസ്മെന്റ് നടത്തുന്നത് അല്ലെ. അങ്ങനെയാണ് അവര് ഓക്കെ നമ്മൾ വിചാരിക്കുന്ന നമ്മൾ കൊടുക്കുന്ന ഫണ്ടിനനുസരിച്ചിട്ടുള്ള റിട്ടേൺ നമുക്ക് കിട്ടും എന്നുള്ള ഒരു എയിമിലേക്ക് എത്തിപ്പെടുന്നത്.
ഓക്കെ, ഏതൊക്കെ രീതിയിലാണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ നടത്താന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത്. Few marketing methods are health education campus, awareness programs for consumers, medical campus, website marketing to different referral avenues such as corporation, then insurance companies, smaller healthcare organizations, alerting international patient through medical tourism and promotion packages for various occasions. ഓക്കെ, ഇവിടെ പ്രധാനമായിട്ട് വരികയാണെങ്കിൽ ഫസ്റ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, പലതരത്തിലുള്ള മെത്തേഡിലൂടെ നമുക്ക് ഈ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ നടത്താവുന്നതാണ്. അതിൽ നമുക്കറിയാം ഏത് മെത്തേഡ് ആണെങ്കിലും അല്ലെ, അവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു മാർക്കറ്റ് പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ്, ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്യാമ്പസുകളൊക്കെ നടത്തിയിട്ട്, അതായത് എഡ്യൂക്കേഷൻ ക്യാമ്പസുകളിലൊക്കെ പോയി ഹെൽത്തിനെ കുറിച്ചിട്ട് അവയർനെസ് ഒക്കെ കൊടുത്ത്, ഓക്കെ നമ്മള് അപ്പോ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ എന്തെങ്കിലും മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുമ്പോഴൊക്കെ ഇന്ന സ്ഥലത്ത് ഇന്നത് സ്ഥാപനമുണ്ട്, അവിടെ ഇന്ന പേര് കേട്ട വ്യക്തികളൊക്കെയാണ്, ഓക്കെ അതിനെ കുറിച്ചിട്ട് ഒരു അവയർനെസ് കിട്ടും അല്ലെ. അപ്പൊ ഹെൽത്തുമായി എഡ്യൂക്കേഷൻ നേടിയെടുക്കുന്ന ആ ക്യാമ്പുകളിലൊക്കെ പോയി ഇൻഫോർമേഷൻസ് വേണമെങ്കിൽ കൊടുക്കാം. ദെൻ അവയർനെസ് പ്രോഗ്രാംസ് ഫോർ കൺസ്യൂമേഴ്സ്, മെഡിക്കൽ ക്യാമ്പ്സ്, ഉപഭോക്താക്കൾക്കായിട്ടുള്ള മെഡിക്കൽ ക്യാമ്പുകളിലൊക്കെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഒരു അവയർനെസ് കിട്ടും. ദെൻ അതേമാതിരി വെബ്സൈറ്റ് മാർക്കറ്റിംഗ് ടു ഡിഫറെന്റ് റെഫറൽ അവന്യൂസ് സച്ച് ആസ് കോർപ്പറേറ്റ് ഇൻഷുറൻസ് കമ്പനീസ്, സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ്. ഓക്കെ, ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയത് വെബ്സൈറ്റ് വഴി നമുക്ക് മാർക്കറ്റിംഗ് നടത്താം അല്ലെ, കമ്മ്യൂണിക്കേഷൻ നടത്താം. അതായത് പലരും ഇൻഷുറൻസ് ഇന്ന കമ്പനികളൊക്കെ ഉണ്ട്, നമ്മളുമായിട്ട് ഒത്തൊരുമിച്ച് പോകുന്നതാണ്, അതല്ലെങ്കിൽ ഒന്നിച്ച് അല്ലെ നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നതാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എന്താണ്, ഓക്കെ നല്ല ഹോസ്പിറ്റലാണ്, നമുക്ക് എന്താണ് ചിലപ്പോ ഇപ്പൊ ഇൻഷുറൻസ് ESI ആനുകൂല്യമുള്ള ഹോസ്പിറ്റലാണ്, ഇന്ന ഇൻഷുറൻസ് ലിങ്ക് ഉള്ള ഒരു ഹോസ്പിറ്റലാണെന്നൊക്കെ പറയുമ്പോൾ എന്താണ്, തീർച്ചയായിട്ടും നമ്മൾ അതിലെ മെമ്പർ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കും ഇല്ലേ, ശ്രമിക്കില്ലേ? എന്താണ് ESI എന്നൊക്കെ അറിയാലോ, നമുക്ക് കുറച്ച് ക്ലെയിം കിട്ടും അല്ലെ. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് ക്ലെയിമുകൾ നമ്മളുടേതായിട്ടുള്ള ഫിനാൻസ് ബേർഡൻ ഒന്നും ഉണ്ടാവില്ല അല്ലെ. ഇന്നലെ ഇൻഷുറൻസ് ക്ലെയിമുകളുടെ ഒക്കെ പ്രത്യേകത, ഇൻഷുറൻസ് ക്ലെയിം എടുക്കുമ്പോൾ അറിയാൻ പറ്റൂലേ എന്താണ് ഇൻഷുറൻസ് ക്ലെയിമിംഗ് കൊണ്ടുള്ള എന്താണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, എന്താണ് നമുക്ക് അത്രയും കോസ്റ്റ് വരില്ല അല്ലെ, ശരിയല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്, അത്തരത്തിലുള്ള കുറെ കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അല്ലെ, അപ്പൊ അവിടെ ഇൻഷുറൻസ് കമ്പനികളുടെ പേരുകളൊക്കെ നമ്മൾ പ്രതിപാദിക്കും. അതേമാതിരി തന്നെ കോപ്പറേറ്റീവ്സ് എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെ, സ്മോളർ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ ഇപ്പൊ നമുക്കറിയാം പ്രാഥമിക ലെവലില് അല്ലെ, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുണ്ട്, ഹോസ്പിറ്റൽ സർവീസുകളുണ്ട്. അപ്പൊ ആ സർവീസുകളിലൊക്കെ എവിടെയെങ്കിലൊക്കെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇങ്ങനെയുള്ള സേവനങ്ങളൊക്കെ കൊണ്ട് തന്നെ വെളിപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ രീതിയിൽ ശ്രമിക്കും. അതേമാതിരി തന്നെ പ്രൊമോഷൻ പാക്കേജസ് ഫോർ വേരിയസ് ഒക്കേഷൻസ്, അതായത് ടൂറിസം പോലെയുള്ള കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കും. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ കേരളത്തിലൊക്കെ കൂടുതലായിട്ട് വിനോദസഞ്ചാരികൾ വരുന്നതിന് എന്തിനു വേണ്ടിയിട്ടായിരിക്കും, ആയുർവേദ ചികിത്സയ്ക്കും തിരുമൽ ചികിത്സയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് അല്ലേ. അങ്ങനെയൊക്കെയുള്ള ചികിത്സാ രീതികളാണ്. ഓക്കെ, അപ്പൊ ആ ചികിത്സയ്ക്കൊക്കെ വേണ്ടിയിട്ട് അവരെ അട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാ, വെക്ടർ കമ്മ്യൂണിക്കേഷൻ വഴിയിട്ടാണ് അല്ലെ. നമ്മള് ഇതിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്, ഈ ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ അഡ്വർടൈസ്മെന്റ് ഒക്കെ നടത്തിയിട്ടായിരിക്കും അവരെ വെൽക്കം ചെയ്യുന്നത്. അങ്ങനെ എന്താണ് ഈ ഒരു തരത്തിലുള്ള ബിസിനസ് മാർക്കറ്റിങ്ങിനെ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എഫക്റ്റീവ് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ഇസ് ഫുൾഫിൽഡ് ബൈ ഡെവലപ്പിംഗ് സ്മാർട്ട് ആൻഡ് സെൻസിബിൾ അഡ്വർടൈസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഇവിടെ പ്രധാനമായിട്ട് പറയുന്ന, നല്ല എഫക്റ്റീവായിട്ട് അല്ലെ, നല്ല കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവരെന്താണ് ഫുൾഫില്ല് ബൈ ഡെവലപ്പിംഗ് സ്മാർട്ട് ആൻഡ് സെൻസിബിൾ അഡ്വർടൈസിങ് അല്ലെ. അവര് എന്താണ് നല്ല രീതിയിൽ നല്ല സ്മാർട്ടായിട്ട് സെൻസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അല്ലെ, നമുക്കത് എന്താണ് അനുഭവവേദ്യമാക്കുന്ന തരത്തിലുള്ള രീതിയിലുള്ള അഡ്വർടൈസ്മെന്റ് കൊടുക്കുക അല്ലെ. ഒരു പിക്ചേഴ്സ് ഒക്കെ ഇതൊക്കെ ഓക്കെ, ഇന്ന വ്യക്തി ഇന്ന രീതിയിലായിരുന്നു, ആ വ്യക്തിക്ക് അല്ലെ ഇന്ന മാറ്റങ്ങൾ സംഭവിച്ചു, ഇത്ര ദിവസത്തിനുള്ള ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഇന്ന പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തിയപ്പോൾ ഇങ്ങനെയായി മാറി അല്ലെ. അങ്ങനെയൊക്കെ അല്ലെ ഹോസ്പിറ്റലില്
അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളൊക്കെ കാണാറുള്ളത്? ആണോ? അല്ലേ? ഓക്കെ. അപ്പൊ എന്താണ് അതിൽ പ്രത്യേകത? നമ്മളപ്പോ സെൻസിബിൾ ആയിട്ടല്ലേ നമ്മളുടെ ശരീരത്തില് ഉള്ള ഒരവസ്ഥയെ നമ്മൾ ആലോചിച്ച് നമ്മൾ അനുഭവവേദ്യമാകുന്ന രീതിയിൽ നമ്മൾ അതിനെ ക്യാച്ച് ചെയ്യും അല്ലെ. അപ്പൊ ആ രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ഷുഡ് കൺസിസ്റ്റ് ഓഫ് വെൽ സ്ട്രക്ചേർഡ് മീഡിയ മിക്സ് ടു ഇൻക്ലൂഡ് പ്രസ് റിലീസ്, പ്രിന്റ്, ടെലിവിഷൻ, റേഡിയോ ആൻഡ് വെബ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ മീഡിയയിലൊക്കെ നമ്മൾ എന്താണ് പ്രസ് ആരുടെങ്കിലും സൗഖ്യങ്ങളൊക്കെ അല്ലെ ഇങ്ങനെ പേഷ്യൻസിനൊക്കെ കൈകാര്യം ചെയ്തിട്ട് അവരൊക്കെ രോഗം ഭേദമായി അവരുടെ റേഡിയോ ഓഡിയോ കോളുകളൊക്കെ വിശദീകരിക്കുക, അല്ലെങ്കിൽ വീഡിയോ കോളുകളൊക്കെ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പ്രിന്റ് ഔട്ടും കാര്യങ്ങളൊക്കെ അല്ലെ അവരുടെ പിക്ചറുകൾ നേരത്തെ ഉണ്ടായിരുന്ന പിക്ചറുകളും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് ഒരു നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്ത് ഷെഡ്യൂൾ ചെയ്താണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് യാഥാർത്ഥ്യം എന്നുള്ള അല്ലെ റിയാലിറ്റിയാണ് നമ്മളൊരു കൺസിഡറേഷനിൽ തന്നെ അവരെന്താണ് ആ ഹോസ്പിറ്റൽ തിരഞ്ഞെടുത്ത് സർവീസിന് വേണ്ടിയിട്ട് പോകാനായിട്ട് തുടങ്ങും ഇല്ലേ? അതൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ രീതി തന്നെയല്ലേ? ഓക്കെയാണോ? ഓക്കെ, അപ്പൊ ജസ്റ്റ് വായിച്ചു നോക്കാം. നമ്മുടെ ലെസൺ എടുത്ത് കഴിഞ്ഞു. ഓക്കെ, ജസ്റ്റ് വായിച്ചു. മാർക്കറ്റിംഗില് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ആണോ മാർക്കറ്റിംഗ് എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടോ? ഫസ്റ്റ് സെൻറ്റൻസ് ഒക്കെ നമ്മളൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. മാർക്കറ്റിംഗിന്റെ കമ്മ്യൂണിക്കേഷൻ അതേമാതിരി തന്നെ ഏതൊക്കെ രീതിയിൽ അല്ലെ ഏതൊക്കെ രീതിയിൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഉൾക്കൊള്ളാം എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ ഉണ്ടാവാം. ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കിയത്. മെത്തേഡ്സും ഉണ്ട്, അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ കാണാറുണ്ട് അല്ലെ. ഏതൊക്കെ രീതി ഏതൊക്കെ മെത്തേഡ് ഉപയോഗിച്ചിട്ട് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ നടത്താം എന്നുള്ള രീതിയിലുള്ളത്. ഓക്കെ, ആണോ? ക്ലിയർ ആണോ? ഞാൻ അടുത്തൊരു ചാപ്റ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാവുന്ന ഓർത്തിട്ടാണ്. നിങ്ങൾ ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഓക്കെ, മറ്റൊരു ചാപ്റ്റർ കൂടെ എടുത്തിട്ടുണ്ട്. ട്രാൻസ്ഫോർമേഷന്റെ ആണ്. ഓക്കെ, ആരും എടുത്തിട്ടില്ലല്ലോ ട്രാൻസ്ഫോർമേഷന്റെ. മാർക്കറ്റിംഗ് നമ്മൾ മനസ്സിലാക്കിയോണം. എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ എന്താണ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അത്രയും പ്രാധാന്യം വരുന്നില്ല, എങ്കിലും മനസ്സിലാക്കി വെക്കുക. നമ്മൾ പേഷ്യന്റിനെ അട്രാക്ട് ചെയ്യേണ്ട ഒരു കാര്യം പ്രധാനമാണ് അല്ലെ. അപ്പൊ ആ
മാർക്കറ്റിംഗ് തന്ത്രങ്ങളെല്ലാം ജസ്റ്റ് അവിടെ അനലൈസ് ചെയ്ത് പോകേണ്ടതും ആവശ്യമാണ്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററും കൂടി 4th മൊഡ്യൂളിലുണ്ട്. അതായത് 4th പേപ്പറിൽ എന്താണ് പേഷ്യന്റ് ഇംപ്രൂവിംഗ് സാറ്റിസ്ഫാക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാനേജ്മെന്റ്. അപ്പൊ അതിലും എന്താണ് ഈ രീതിയിൽ തന്നെ പേഷ്യൻസിനെ അട്രാക്ട് ചെയ്യുന്ന കുറെ, അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കുറെ ഘടകങ്ങളൊക്കെയാണ് അതിൽ പ്രതിപാദിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ നോക്കാം ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്. ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങളാണ് അല്ലെ. ഹോസ്പിറ്റലിൽ നമ്മൾ രോഗിയെ പ്രവേശിപ്പിക്കുന്നു, അവിടെ രോഗിയുടെ സുഖങ്ങളൊക്കെ അല്ലെ, അത് ട്രീറ്റ്മെന്റ് ഒക്കെ കണ്ടിന്യൂ ചെയ്യണോടൊപ്പം തന്നെ ചിലപ്പോൾ ഡോക്ടർ പറയാം അല്ലെ, ഇവിടെ ഈ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ മതിയായ സൗകര്യങ്ങളില്ല, ശരിക്കും അഡ്വാൻസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആവശ്യം എന്നൊക്കെ പറയുമ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെന്നൊക്കെ നിർദ്ദേശിക്കും. അതേപോലെ തന്നെ പറയാം അല്ലെ, നമ്മൾ ചിലപ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലും ഡയഗ്നോസിസ് ഒക്കെ നടത്തി കഴിയുമ്പോഴായിരിക്കും ഓക്കെ ഈ ഒരു വിഭാഗമല്ല, അത് വേണമെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ തന്നെ ഇന്ന വിഭാഗത്തിലേക്ക് കൊണ്ടുപോയാണ് ചികിത്സിക്കേണ്ടത് അല്ലെ. ന്യൂറോളജി അല്ല, നെഫ്രോളജി, കാർഡിയോളജി, അങ്ങനെ ഏതെങ്കിലും വിഭാഗത്തിലെ ചികിത്സയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞ് ആ വിഭാഗത്തിലേക്ക് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാം അല്ലെ. അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ടാവുമോ? ഓക്കെ, അപ്പൊ പലതരത്തില് ഇത്തരത്തിലുള്ള ട്രാൻസ്ഫറിങ്, പേഷ്യന്റിന്റെ ട്രാൻസ്ഫറിങ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്തായാലും നമുക്ക് ഇൻട്രൊഡക്ഷനെങ്കിലും എടുക്കാം. ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് ഇൻട്രൊഡക്ഷനിൽ എന്താ പറയുന്നത് നോക്കാം. ദ ഇൻട്രാ ആൻഡ് ഇന്റർ ഹോസ്പിറ്റൽ പേഷ്യന്റ് ട്രാൻസ്ഫർ ഇസ് ആൻ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് പേഷ്യന്റ് കെയർ which is often handled to enhance the existing management of the patient. ഓക്കെ, അവിടെ ഇൻട്രാ ആൻഡ് ഇന്റർ ഹോസ്പിറ്റൽ പേഷ്യന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഉള്ളിൽ തന്നെ ഒരു ട്രാൻസാക്ഷൻ ആണ് നടത്തുന്നത്, ഒരു ട്രാൻസ്ഫർ ആണ് നടത്തുന്നത് അല്ലെ. ഇവിടെ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ ആ രോഗിയെ എന്താണ് മറ്റൊരു ബ്രാഞ്ചിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അവിടെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താണ് നിലവിലുള്ള മാനേജ്മെന്റിന്റെ അണ്ടറിൽ തന്നെയാണ് ഈ ഒരു പേഷ്യന്റിനെ മറ്റൊരു പ്ലേസിലേക്കൊക്കെ മാറ്റുന്നത്. It may involve carrying a patient within the same facility for any diagnostic procedure or shift to another facility with a more well developed care. തീർച്ചയായിട്ടും നമുക്കറിയാം ആ ഫെസിലിറ്റി സെയിം ആയിട്ടുള്ള ഫെസിലിറ്റി സൗകര്യങ്ങളിലുള്ളിൽ തന്നെ നിന്നുകൊണ്ടാണ്, പക്ഷെ കുറച്ചും കൂടി കെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ബ്രാഞ്ചിലേക്കൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഈ രോഗിയെ ട്രീറ്റ്മെന്റിനൊക്കെ മാറ്റുന്നത്. ഓക്കെ, നമ്മളിപ്പോ ഒരു ക്യാൻസർ പേഷ്യന്റിന് ആദ്യം തന്നെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തി കഴിയുമ്പോഴായിരിക്കും നമ്മള് അപ്പോ മനസ്സിലാവുകയാണ് ഓക്കെ ഇത് ഓങ്കോളജി വിഭാഗത്തിലേക്കാണ് വിടേണ്ടത്, അല്ലെങ്കിൽ ഒരു കാർഡിയോളജി അല്ലെ ബ്ലഡുമായി ബന്ധപ്പെട്ട ഒരു ഡയഗ്നോസിസ് നടത്തിയപ്പോൾ നമ്മൾ എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ നടത്തുമ്പോൾ ഇസിജിയും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ തെളിയപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഓക്കെ അത് കാർഡിയോളജി വിഭാഗത്തിന്റെ പേഷ്യന്റിലേക്ക് റഫർ ചെയ്യും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അവിടെ അതിൻ്റെതായിട്ടുള്ള കെയർ ആയിരിക്കും പിന്നെ ആ രോഗിക്ക് ലഭ്യമാകുന്നത് അല്ലെ. അപ്പൊ ആ ഒരു കെയറിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് കണ്ടിന്യൂറ്റി ഓഫ് മെഡിക്കൽ കെയർ കിട്ടാൻ തന്നെയാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഷിഫ്റ്റിംഗ് വരുന്നത് അല്ലെ. ദ മെയിൻ എയിം ഈസ് ഓൾ സച്ച് ഷിഫ്റ്റിംഗ് ടു മെയിൻറ്റെയിൻ ദ കണ്ടിന്യൂറ്റി ഓഫ് മെഡിക്കൽ കെയർ. അത് ഇമ്പോർട്ടന്റ് ആണ് മെഡിക്കൽ കെയറിൽ അല്ലെ. ഒരു എന്താണ് കണ്ടിന്യൂറ്റി കിട്ടാൻ തന്നെയാണ് അവിടെ പ്രധാനമായിട്ടും ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നത്. ദെൻ എന്താണ് ആസ് ദ ട്രാൻസ്ഫർ ഓഫ് സിക്ക് പേഷ്യന്റ് may produce various psychological changes which may negatively affect the prognosis of the patient. It should be initiated. Safe transfer consists of a decision to transfer and communication, pre-transfer stabilization and preparation, choosing appropriate mode of transfer, that is land transfer of air transport. That point ആയിട്ട് ഇങ്ങനെ വിവരിച്ചു പോയെങ്കിലും നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് പോവാം. As the transfer of a sick patient may produce various psychological changes. നമുക്കറിയാം ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പേഷ്യന്റ് ഓൾറെഡി ഒരു സിക്ക് ആയിട്ടുള്ള പേഷ്യന്റ് ആണ് അല്ലെ, വയ്യാത്തൊരു പേഷ്യന്റ് ആണ്. അപ്പൊ ഈ പേഷ്യന്റിനെ നമ്മൾ മറ്റൊരു പ്ലേസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവർക്ക് രോഗങ്ങൾ ഇച്ചിരി കൂടി എന്താണ് വർദ്ധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. സാധ്യത ഉണ്ടാവുമോ? ഇപ്പൊ ഒരു ആംബുലൻസിലൊക്കെ നമ്മൾ കൊണ്ടുപോയി ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നല്ല ആ ട്രിപ്പിൽ തന്നെ ചിലപ്പോഴെങ്കിൽ അവർക്ക് ഒരുപാട് ചേഞ്ചസ് വരും ഇല്ലേ, ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. ഓക്കെ, നമ്മള് ചിലപ്പോ ഇച്ചിരി കൂടി നല്ല പരിചരണം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്ത് കൊണ്ടുപോകുന്നത്. പക്ഷെ ആ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന മുറയ്ക്ക് തന്നെ ചിലപ്പോ രോഗിക്ക് കൂടുതലാവാനായിട്ടുള്ള സാധ്യതകളും ഉണ്ടാവും അല്ലെ. ചില കേസുകളിൽ നമുക്കറിയാം ഇന്ന പ്ലേസില് സ്പെഷ്യൽ പ്രത്യേകമായിട്ടുള്ള വിഭാഗത്തിന്റെ പരിചരണം വരുമ്പോൾ മാത്രമാണ് രോഗി രക്ഷപ്പെട്ടുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും അവിടെ എത്തിക്കേണ്ടതും ആവശ്യമാണ്. ഓക്കെ,
അപ്പൊ അതിൽ പറയാണ് എന്താണ് പ്രധാനമായിട്ട് പറയുന്നത് ആസ് ദ ട്രാൻസ്ഫർ sick patient may produce various psychological changes which may negatively affect the prognosis of the patient. പേഷ്യന്റിന്റെ രോഗത്തിന് മെച്ചല്ലേ അവിടെ കൂടുതലായിട്ട് ചിലപ്പോൾ വഷളാവാനായിട്ടുള്ള സാധ്യതകളും വരാനായിട്ട് സാധ്യതയുണ്ട്. ഇറ്റ് ഷുഡ് ബി ഇനിഷ്യേറ്റ് സേഫ് ട്രാൻസ്ഫർ കൺസിസ്റ്റ് ഓഫ് എ ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇതിന് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് അല്ലെ, അവിടെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നല്ല സേഫ് ആയിട്ടുള്ള ട്രാൻസ്ഫർ ആയിരിക്കണം എടുക്കേണ്ടത് അല്ലെ. അവിടെ അതിനനുസരിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തേണ്ടതുണ്ട്. പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ അല്ലെ, നേരത്തെ കൂട്ടി എന്താണ് അവരുടെ ആ ഒരു പ്രിപ്പറേഷൻ, ആ ഒരു രോഗിയെ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ചൂസ് അപ്രോപ്രിയേറ്റ് മോഡ് ഓഫ് ട്രാൻസ്ഫർ. ഇൻ കേസ് നമുക്കറിയാം ഇപ്പൊ ഒരു ബ്രാഞ്ചിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അല്ലെങ്കിൽ സ്ട്രക്ചർ വഴി അല്ലെങ്കിൽ വീൽചെയറൊക്കെ ഉപയോഗിച്ചിട്ട് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാം. അതേസമയം മറ്റൊരു ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകണമെങ്കിൽ നമുക്കറിയാം അത് റോഡ് മാർഗം ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അല്ലെ. നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം തന്നെ ഹൃദയ ശസ്ത്രക്രിയ അല്ലെ, ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കണ്ടു അല്ലെ. ഇപ്പൊ ഹെലികോപ്റ്ററിൽ വരുന്നു, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നു അല്ലെ. അപ്പൊ അത് എന്താണ് റോഡ് മാർഗം എല്ലാം അവിടെ ഉപയോഗിച്ചത് അല്ലെ, അവിടെ എയർ ട്രാൻസ്ലേഷൻ ആണ് നടത്തിയത്. അപ്പൊ അത് ഇതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇന്ന സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ട്രാൻസ്ഫർ അവയവങ്ങൾ മാറ്റിവെക്കുന്ന പ്രക്രിയക്ക് വേണ്ടിയിട്ട് അവയവങ്ങളെ കൊണ്ടുപോയത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും എന്താ പറയുന്നത്, എല്ലാ ട്രാൻസ്ഫറുകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട്. ലാൻഡ് ട്രാൻസ്പോർട്ട് ആണോ എയർ ട്രാൻസ്പോർട്ട് ആണോ എന്നുള്ളത്. പേഴ്സണൽ ഗോയിങ് അലോങ് വിത്ത് ദ പേഷ്യന്റ്, എക്യുപ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് ദ കോഴ്സ് ഓഫ് ട്രാൻസ്ഫർ ആൻഡ് ഫാമിലി. ഓക്കെ, ഇപ്പൊ നമുക്ക് അതിനോടൊപ്പം തന്നെ അറിയേണ്ട മറ്റു കാര്യങ്ങളുണ്ട്. അതായത് പേഷ്യന്റിനോടൊപ്പം ആരൊക്കെ പോകണം, ഇൻ കേസ് മോണിറ്ററിംഗ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എക്യുപ്മെന്റ്സിന്റെ സഹായത്തോട് കൂടിയിട്ടാണോ പേഷ്യന്റിനെ കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ ട്രാൻസ്ഫറിന് ആരൊക്കെയാണ് കൂടെ പോകേണ്ടത്. ഫൈനലി documentation and handover of the patient all the receiving facilities. ഓക്കെ, ഏതൊക്കെ ഡോക്യുമെന്റേഷൻ ഒക്കെ നടപ്പാക്കിയിട്ടാണ്, എന്തൊക്കെ പേപ്പർ വർക്ക് ഒക്കെ നമുക്കറിയാം. ഒരു ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റും കാര്യങ്ങളുടെയും ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് അല്ലെ. അപ്പൊ അവിടെ തീർച്ചയായിട്ടും ആ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ റിസീവിങ് ഏരിയയിലേക്ക് നമ്മൾ കൈമാറേണ്ടതായിട്ട് വരും. ഇത്തരം സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തതിനു ശേഷം മാത്രമാണ് പേഷ്യന്റിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ശരിയല്ലേ? ഈ നടപടികളൊക്കെ ഉണ്ടാവാറില്ലേ ഹോസ്പിറ്റലില്? നമ്മൾ രോഗികളൊക്കെ എവിടെയെങ്കിലും ഷിഫ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാവും അല്ലെ. അത് പലതും ആലോചിച്ചുറപ്പിച്ചിട്ടാണ് ആ ടൈമിനുള്ളിൽ ആ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത് അല്ലെ. അപ്പോ ഡോക്ടേഴ്സ് ആണെങ്കിലും നമുക്കറിയാം ആദ്യം തന്നെ പേഷ്യന്റിനെയോ പേഷ്യന്റ് റിലേറ്റീവ്സിനൊക്കെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, നമ്മളിങ്ങനെ ഷിഫ്റ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഷിഫ്റ്റ് ചെയ്യേണ്ടതാണ്, ഇന്നൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് ആവശ്യപ്പെടുന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഡിസ്കഷൻ ഉണ്ടാവും. അതേമാതിരി തന്നെ അവിടെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ നടപടികളൊക്കെ പൂർത്തീകരിക്കും. അതിനുശേഷം ഏത് മാർഗമാണ് കൊണ്ടുപോകുന്നത്, ആ മാർഗം കൊണ്ടുപോകുമ്പോഴേ എക്യുപ്മെന്റ്സിന്റെ ഒക്കെ ആവശ്യകതയുണ്ടെങ്കിൽ അത് സജ്ജീകരിക്കേണ്ടതുണ്ടാവും. അതോടൊപ്പം അക്കമ്പനി ചെയ്ത് ഏതെങ്കിലും പേഷ്യന്റിനോടൊപ്പം തന്നെ സ്റ്റാഫുകളും കയറി പോകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്തൊക്കെ പോകാൻ വേണം ഈ രോഗിയെ മറ്റൊരു പ്ലേസിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തെ ബ്രാഞ്ചിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളത്. ഓക്കെ ആണോ? അറിവ് കൊടുക്കണ്ടല്ലോ. ഒക്കെയാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. എന്തായാലും നെക്സ്റ്റ് ഡേ ഉണ്ട് അല്ലെ. ഓക്കെ, ക്ലിയർ ആണോ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്? ക്ലിയർ ആണ്. ഓക്കെ, മാർക്കറ്റിങ്ങിനെ ബേസ് ചെയ്തിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് എങ്ങനെയെന്ന് ചോദിക്കാം. നെക്സ്റ്റ് ഡേ തുടങ്ങി ട്രാൻസ്പോർട്ടേഷന്റെ എടുക്കാം. പ്രത്യേകിച്ച് ഡൗട്ട് ഇല്ല. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എക്സാം വരുമ്പോ എല്ലാ മൊഡ്യൂളും അല്ല, എനിക്ക് എന്തായാലും എക്സാമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ തരും. എന്തായാലും ഫൈനൽ എക്സാമിനൊക്കെ ആയിരിക്കും എല്ലാ മൊഡ്യൂളും ഒന്നിച്ചല്ല, അതിനനുസരിച്ചിട്ട് തന്നെ എക്സാമിന്റെ ഇത് തരും.
അപ്പോ തേർഡും ഫോർത്തും മൊഡ്യൂളിന്റെ ഇതിന്റെ എക്സാം ഉണ്ടാവും. അതിനുശേഷമായിരിക്കും മറ്റെല്ലാത്തിന്റെയും കൂടിയ എക്സാം ഉണ്ട്. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടായിരിക്കില്ല. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളുടെ സമയത്ത് തന്നെ അറിയിച്ചിരിക്കും. ഓക്കെ, താങ്ക് യു.